ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 123 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവൻ ഞങ്ങളുടെ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവസന്നിധി വരുമ്പോൾ അവരുടെ ഉള്ളിലെ ഒരു വലിയ തീരുമാനമാണ് സ്തോത്രം സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തെ കണ്ട ഓരോ ദൈവമക്കളും ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുമോ അത്രയും വർഷവും നമ്മുടെ കണ്ണ് ദൈവത്തിന്റെ മുഖത്തെ നോക്കിക്കൊണ്ടേയിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്നെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. നിന്നെ സഹായിക്കാൻ കഴിയുന്ന ദൈവത്തിങ്കൽ നിന്ന് നിന്റെ കണ്ണ് പറിക്കുകയും അരുത്. എബ്രായ ലേഖന കർത്താവ് പറയുക, നിങ്ങളുടെ നോട്ടം യേശുവിൽ നിന്ന് മാറരുത്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കണം. നിനക്ക് ഏതെല്ലാം പ്രശ്നത്തിന് പരിഹാരം വേണോ അതെല്ലാം ദൈവത്തിലുണ്ട്. അതുകൊണ്ട് കണ്ണ് പറിക്കാതെ നിന്റെ കണ്ണ് ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ നിന്നും മാറരുത്. നിന്റെ ദൃഷ്ടി അവിടെ തന്നെയാകണം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും അവർ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവൻ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ വീണ്ടും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ അവനെ നോക്കിക്കൊണ്ടിരുന്നാൽ ലോർഡ് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് അവൻ കൃപ തോന്നും. നിങ്ങളെ ഒത്തിരി ഭാരപ്പെടുത്തിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം നിന്നോട് കൃപ തോന്നാൻ സമയമായി. അവങ്കിൽ നിന്ന് നിന്റെ കണ്ണ് പറയരുത്. നിന്റെ കണ്ണ് ലോകത്തിലാകരുത്, നിന്റെ കണ്ണ് പാപത്തിലാകരുത്. നിന്റെ കണ്ണ് ദൈവത്തിൽ തന്നെ ആയിരിക്കണം. ദൈവത്തിൽ നോട്ടം വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളോട് കൃപ ചെയ്യാൻ സമയമായെന്ന് ഞങ്ങളോട് ദൈവം സംസാരിച്ചല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ കണ്ണ് ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. അവൻ നിന്നോട് കൃപ തോന്നും. അതിന് സമയമായി. ഗോഡ് ബ്ലസ് യു.